ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് തൃശ്ശൂർക്കാരെ സ്പെഷ്യലായിട്ടുള്ള കോഴിയും കുമ്പളങ്ങയാണ് വെക്കുന്നത്. ചോറിനായാലും അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കോഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുമ്പളങ്ങയും വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും 3-ാം പാലാണ് എടുക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വെക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അര ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായിട്ട് ആ പൊടിയിൽ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം ഇത് മൂടി വയ്ക്കണം. ഒരു ചെറിയ തീയിൽ 5 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുള്ളൂ. കുമ്പളങ്ങയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ കോഴിയും കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ ചാറൊക്കെ ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കറി ഒന്ന് ചൂടാറി വരുമ്പോൾ തന്നെ ഒന്നും കൂടി കുറുതായി വരും. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കേണ്ട, ചെറുതായി ഒരു തിള വന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ കറി നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ. ഈ കറി കാച്ചാനായിട്ട് ചുവന്നുള്ളി എരിഞ്ഞതും കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടിയൊക്കെ ചേർത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കോഴിയും കുമ്പളങ്ങയും വെച്ചത് റെഡി. ചൂടാറി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ആ ചാറൊക്കെ ഒന്ന് കുറുതായി നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.